ഇനിയും ആർക്കു വേണ്ടിയാണ് അങ്ങ് കാത്തിരിക്കുന്നത്? ഇവിടം വിട്ട് മകനോടൊപ്പം പൊയ്ക്കൂടെ? നളിനി, ഇതാണ് എന്റെ സ്വർഗം. ഈ ഏകാന്തതയിൽ എനിക്ക് ആശ്വാസം പകരാൻ ദൈവമുണ്ട്. ഇവിടം വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. നമ്മുടെ മകനോടൊപ്പം അങ്ങ് പോകണം. ഇനി എത്ര നാളെന്ന് കരുതിയാ ഇവിടെ എങ്ങനെ? നീയും നമ്മുടെ വീടും നമ്മുടെ മോളെക്കുറിച്ചുള്ള ഓർമ്മകളും അത് മാത്രമാണ് എന്റെ ലോകം. അങ്ങ് എന്തേ നമ്മുടെ മകനെ മറന്നുപോയി? അവനോടൊപ്പം അങ്ങേക്ക് പൊയ്ക്കൂടെ? ഇല്ല, ഞാൻ പോവില്ല. നീയും നമ്മുടെ രേവതിക്കുട്ടിയും ഇല്ലാത്ത അവന്റെ നഗരത്തിലേക്ക് ഞാനില്ല. ഇതെന്തിരിപ്പാണ് എൻ്റെ ചേട്ടാ? സമയം സന്ധ്യ കഴിഞ്ഞ് രാത്രിയായല്ലോ. ചേട്ടന് ഇതൊന്നും അറിയണ്ടല്ലോ. ഈ റാന്തലിന്റെ തിരിയെങ്കിലും ഒന്ന് നീട്ടി വെച്ചൂടായിരുന്നോ? ഇതെന്ത് പിഴച്ചു? എനിക്ക് കാണേണ്ടവരും എന്നെ കാണേണ്ടവരും എന്നേ പോയിക്കഴിഞ്ഞു. ഇനി എന്തിനാ വെളിച്ചം? ആർക്ക് ആരെ കാണാനാ? ചേട്ടന്റെ കൊച്ചുമോളും മോനും എന്നാ വരുന്നത്? നാളെ. അപ്പൊ നാളെ കഴിഞ്ഞ് മറ്റന്നാ വിഷു. എന്റെ പൊന്നു ചേട്ടൻ ആരെങ്കിലും വിളിച്ച് ഈ വീടും പരിസരവും ഒന്ന് വൃത്തിയാക്കിക്കൂടെ? ആ കൊച്ചു ഈ വീടിന്റെ പഴയ രൂപം ഒന്ന് കണ്ടോട്ടെ. എന്റെ കൊച്ചുമോക്ക് ഈ വീടിന്റെ മുക്കും മൂലി മനപ്പാടമാ. അവളുടെ കുഞ്ഞിക്കാലുകൾ ഇവിടെ ഒരുപാട് ഓടിക്കളിച്ചതാ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ചേട്ടൻ ഇത്തവണ അവരോടൊപ്പം പോകുന്നുണ്ടോ? തീർന്നു, എല്ലാം തീർന്നു. പോകുന്ന കാര്യം പറഞ്ഞപ്പോ ചേട്ടന്റെ മുഖവും മാറി, മനസ്സും മാറി. അതെല്ലാം എനിക്ക് എന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇന്നെങ്കിലും ഈ അത്താഴം എടുത്തൊന്ന് കഴിക്കണേ. മഴയുടെ ലക്ഷണം കാണുന്നുണ്ട്. ഇന്നോ നാളെയോ പെയ്തേക്കും. മിക്കവാറും ഇന്ന് തന്നെ പെയ്യാൻ സാധ്യതയുണ്ട്. ആ ചേട്ടാ വാതിലും ജനലൊക്കെ നന്നായി അടച്ചു കിടക്കണേ. വല്ല ഇഴജന്തുക്കളും കയറി വരും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇതുവരെ ഇത് കഴിച്ചില്ലേ? വേണ്ടാഞ്ഞിട്ടാ മോളെ, വിശപ്പ് തീരെയില്ല. അത്താഴ്പട്ടിണി കിടന്നാലേ ആകാശത്ത് നക്ഷത്രമായി നിൽക്കുന്ന പിതൃക്കൾക്ക് സങ്കടം വരും. അവർ സദാ സമയം ഭൂമിയിലേക്ക് നോയിക്കൊണ്ടിരിക്കുക. ആരെ? നമ്മളെ. മോൾക്ക് ഇതൊക്കെ ആര് പറഞ്ഞു തന്നു? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരണോ എന്റെ അച്ഛാ? നമുക്ക് അറിയില്ലേ? വന്ന് വല്ലതും കഴിക്കെന്റെ അച്ഛാ. ഇനി ഒരുപാട് ദൂരമുണ്ടോ അച്ഛാ? മോൾക്കെന്താ വീട്ടിലെത്താൻ തിടുക്കമായോ? ആ, എന്താ അച്ഛാ അപ്പൂപ്പൻ ഇപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നേ? നമ്മുടെ ഒപ്പം പോന്നൂടെ? വിളിക്കാഞ്ഞിട്ടാണോ? വരണ്ടേ? സ്വന്തം ജീവനേക്കാൾ സ്നേഹമാണ് അച്ഛൻ ആ വീടിനോട്. അമ്മയെ അനുജത്തി ഉറങ്ങുന്ന മണ്ണായത് കൊണ്ടാവാം അവിടം വിടാൻ അച്ഛന് മടി. ഇപ്രാവശ്യം അപ്പൂപ്പൻ നമ്മോടൊപ്പം വരുമെന്ന് അച്ഛൻ ഉറപ്പുണ്ടോ? ഇത്തവണ അച്ഛൻ നമ്മോടൊപ്പം വന്നേ പറ്റൂ. അതിന് മോള് കൂടി മനസ്സ് വെക്കണേ. ഞാനെങ്ങനെ? നീ സ്നേഹത്തോടെ വിളിച്ചാൽ അച്ഛനൊരു പക്ഷെ അനുസരിച്ചേക്കും. അച്ഛൻ വിളിച്ചാ വരാത്തടത്തേക്ക് ഞാൻ വിളിച്ചാൽ എങ്ങനെ അച്ഛൻ അപ്പൂപ്പൻ വരിക? പണ്ട് ഞാനോ അമ്മയോ പറഞ്ഞാൽ കേൾക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ എന്റെ അനുജത്തി രേവതി പറഞ്ഞാൽ അച്ഛൻ അതേപടി അനുസരിക്കുമായിരുന്നു. അപ്പച്ചി അപ്പൂപ്പൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. രേവതിയെ അച്ഛന് ജീവനായിരുന്നു.
ഞാൻ പാർവതി, അപ്പൂപ്പന്റെ പാർക്കുട്ടി, മനസ്സിലായില്ലേ? യാത്രയൊക്കെ സുഖമായിരുന്നോ മോളെ? പരമസുഖമായിരുന്നു അപ്പൂപ്പ. എന്താ അച്ഛാ, മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലം പോലെ ആയല്ലോ ഇത്. ആകെ കോലം കെട്ട്. പരാതിയൊക്കെ പിന്നെയാകാം. എന്റെ മോളെ ഞാൻ നല്ലോണം ഒന്ന് കാണട്ടാ. മോളിങ് വന്നേ. എന്നാ പിന്നെ അപ്പൂപ്പനും മോളും കൂടി വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കെ. നിന്നെ ഞാൻ ഇത്ര ഉള്ളപ്പോ കണ്ടതാ. മോളിപ്പോ എത്രയിലാ പഠിക്കുന്നത്? +2 കഴിഞ്ഞു അപ്പൂപ്പ. ബാക്കി വിശേഷമൊക്കെ പിന്നെയാവാം. ഒരു ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, പോയി കുളിക്കുകയോ നനയ്ക്കുകയോ. ഓ ശരി, അങ്ങനെ ആവട്ടെ അപ്പൂപ്പ, ഞാൻ ഇപ്പൊ വരാം. ആ പുറമേ നിന്നിട്ടപ്പോ ഞാൻ കരുതി വീടിനകോ അതുപോലെ തന്നെ ആയിരിക്കുമെന്ന്. ഹാ, അതാണ് നിന്റെ അപ്പൂപ്പൻ. ബാഹ്യലോകത്തെ മാറ്റങ്ങളോട് പ്രതികരിച്ചില്ലെങ്കിലും ഉള്ളിലെ നന്മകൾക്ക് ഇപ്പോഴും യാതൊരു കുറവുമില്ല. പിന്നെന്താ ഇത്രയും കാലം എന്നെ അപ്പൂപ്പന്റെ അടുത്തേക്ക് കൊണ്ടുവരാറുന്നത്? അപ്പൂപ്പൻ ഇനി തിരിച്ചറിയുന്ന പോലും ഞാൻ കരുതിയിരുന്നില്ല. അതാ മോളെ ബന്ധം. ഇത്രയേറെ മക്കളെ സ്നേഹിച്ച ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. ആ സ്നേഹം ഈ മുറിയും നിന്റെ രേവതി അപ്പച്ചിയുടെ മുറിയും കണ്ടാൽ അറിയാം. അപ്പച്ചി സുന്ദരിയായിരുന്നോ? നിന്നെപ്പോലെ. എന്താ അച്ഛായി കാണിക്കുന്നത്? നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഇവിടെ ആകെ വൃത്തികേടായി കിടക്കുക. അതൊക്കെ അവിടെ കിടന്നോട്ടെ. നിന്റെ മോള് നമ്മുടെ രേവതിയെ പോലെ തന്നെയാ. അല്ല, രേവതി തന്നെയാണ് അവള്. അച്ഛൻ അവളെ വളരെ ചെറുതിലെ കണ്ടതല്ലേ. ആ പിന്നെ അച്ഛനെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ എവിടെ വരെയായി? വീടിന്റെ കാര്യമല്ലേ? അതെ, അത് ഞാൻ രവിയോട് പറഞ്ഞിട്ടുണ്ട്. ആ ഞാൻ വരണോടാ മോനെ? വരണോ അച്ഛാ? ഈ വയസ്സാം കാലത്ത് ആരോരും ഇല്ലാതെ അച്ഛൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് അത് ശരിയാവില്ല. ഒത്തിരി കാലമായെന്ന് മുങ്ങി കുളിച്ചിട്ട്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അച്ഛാ. ആ ശരി. ചേട്ടോ. ആ രവിയോ? വാ വാ. പണ്ടുള്ളവർ പറയുന്നതിൽ വളരെ സത്യമുണ്ട്. എന്തോന്നാ? വരേണ്ടവർ വന്നാലേ വീടിന് പോലും ഒരു ഐശ്വര്യമുള്ളൂ. അത് നേരാ. ഇപ്പോഴാ എനിക്കൊന്ന് സന്തോഷമായത്. അത് കുറെ കാലമായല്ലേ ചേട്ടനൊന്ന് ചിരിച്ചിട്ട്. പിന്നെന്താ ഈ കാര്യങ്ങള്? എന്നാ നിങ്ങൾ പോകുന്നേ? ഒന്നും തീരുമാനിച്ചില്ല. ആ രവി, ഞാൻ നിന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ ചന്ദ്ര? ഈ വീടിന്റെ കാര്യം ഒന്ന് പറയാനായിരുന്നു. അപ്പോ തീരുമാനിച്ചോ? ആ, അച്ഛനെ അങ്ങ് കൊണ്ടുപോകും. പിന്നെ ഈ വീടിന്റെ ആവശ്യമില്ലല്ലോ. നോക്കാൻ ആളില്ലാതെ ഇതിവിടെ ഇങ്ങനെ കിടന്ന് നശിച്ചു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് വിൽക്കുന്നതാ നല്ലത്. ഇപ്പൊ തന്നെ ഇത് ഏതാണ്ടൊക്കെ ജീർണിച്ചു തുടങ്ങി. വിൽക്കുക എന്ന് പറയുമ്പോ ഇതൊരു പഴയ വീടാണ്. വാങ്ങുന്നവർ താമസിക്കണമെന്നില്ല. ചിലപ്പോ ഇത് പൊളിച്ചൊന്നും ഇരിക്കും. അതെന്തെങ്കിലും ആവട്ടെ, വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതൊന്നും നോക്കണ്ട. അവരിത് പൊളിക്കുകയോ താമസിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. എന്തായി കാണിക്കുന്നേ? മാറടി. എന്ത് അഹങ്കാരമാണ് നീ കാണിക്കുന്നേ?
എന്താ മോളെ, നീ കുയിലിനോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണോ? എനിക്കും പാടാന്നറിയാന്ന് കുയിലിനോട് പറയായിരുന്നു. നിനക്കും പാടാനറിയാം. അമ്മയ്ക്ക് മോളോട് ശരിക്കും സ്നേഹം ഉണ്ടായിരുന്നോ? സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷെ സ്നേഹിക്കാൻ സമയമില്ലായിരുന്നു. നീ കുഞ്ഞായിരുന്നപ്പോ 24 മണിക്കൂറും കൺവെട്ടത്ത് തന്നെ വേണമായിരുന്നു. മറ്റാരുടെയെങ്കിലും കൂടെ നീ ഇത്തിരി നേരം ഇരുന്ന നിന്റെ അമ്മ ആകെ വിഷമിക്കുമായിരുന്നു. അവൾക്ക് വന്നൊരു മാറ്റമേ മോളുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്കൊരു വിഷമമില്ല അപ്പൂപ്പ. അവസ്ഥകളോട് ഇഴുകിച്ചേരാൻ ഞാൻ എന്നേ പഠിച്ചു കഴിഞ്ഞു. നിനക്ക് എവിടുന്ന് കിട്ടി ഈ വേദാന്തമൊക്കെ? നിന്റെ അപ്പച്ചി രേവതിയും ഇങ്ങനെ തന്നെ ആയിരുന്നു. നിന്റെ ഈ പ്രായത്തിൽ ഇതുപോലെ വലിയ വലിയ കാര്യങ്ങൾ പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒടുവിൽ അപ്പൂപ്പ എന്തായത്? ദാ നോക്കിയേ, ആ അപ്പച്ചിക്ക് പകരമായിട്ടാ അപ്പൂപ്പന്റെ പാറക്കുട്ടി വന്നത്. ഇനി ഈ കണ്ണ് നനയാൻ പാടില്ല കേട്ടോ. ഇന്നോ നാളെയോ നീ തിരിച്ചു പോവും. തിരിച്ചു പോയാ പിന്നെ ഈ അപ്പൂപ്പനോട് ഒറ്റയ്ക്കാവും. നിന്റെ അച്ഛൻ ഈ വീട് വിൽക്കാൻ പോവുക. നിന്റെ അമ്മമ്മയുടെയും അപ്പച്ചിയുടെയും ആത്മാക്കൾ ഉറങ്ങുന്ന ഈ വീട് പോയാ പിന്നെ ഇല്ല അപ്പൂപ്പ, ഈ വീട് ആരും വിൽക്കുന്നുമില്ല, ആരും വാങ്ങുന്നുമില്ല. മോളെ നീ ഞാൻ ഇവിടം വിട്ട് പോവൊന്നുമില്ല. എനിക്ക് ഇവിടം വിട്ട് പോവാൻ കഴിയില്ല അപ്പൂപ്പ. ഈ മണ്ണും ആകാശവും ഈ തെങ്ങോലകളിലെ കാറ്റും അതിനേക്കാൾ പ്രിയപ്പെട്ട എന്റെ അപ്പൂപ്പനെയും വിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അപ്പൊ നിന്റെ പഠിപ്പ് എങ്ങനെ? ഞാൻ ഇവിടുത്തെ കോളേജിൽ ചേരും. ഇവിടുത്തെ കോളേജില്ലാത്ത കോഴ്സുകളൊന്നും ഇല്ലല്ലോ. എന്ത് വന്നാലും ഞാൻ ഈ ബോംബെയിലോട്ടില്ല. എനിക്ക് വിശ്വസിക്കാമോ? 100 വട്ടം. ഹായ് അപ്പൂപ്പ, ദേ ഒരു പനന്തത്ത. അതൊന്നല്ലല്ലോ മോളെ, ഒരുപാടുണ്ടല്ലോ. അത് പറക്കുന്ന രീതി കണ്ടോ? അതാണ് പനന്തത്തകളുടെ ധനുസ്. പനന്തത്തകളുടെ ധനുസോ? എന്തോന്നാത്? ആ, പനന്തത്തകളുടെ ധനുസ് അപ്പൂപ്പൻ അറിയില്ലേ? എനിക്കൊന്നും അറിയില്ല മോളെ, ഞാൻ ഇവിടം വിട്ട് എങ്ങും പോയിട്ടില്ല. ആ എന്നാലേ തേവരമംഗലം കുന്നേഞ്ചെരുവിൽ ഇളയമഠം വീട്ടിൽ മാതൃകാ കർഷകനായ ഭാസ്കര പണിക്കർക്ക് അനാദിയായ കാലത്തെക്കുറിച്ചും കോടാനുകോടി നക്ഷത്രഗണങ്ങളെക്കുറിച്ചും പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ചും ചെറുമകളായ പാർവതീചന്ദ്രൻ വരും നാളുകളിൽ ഒരു ക്ലാസ് എടുക്കുന്നതായിരിക്കും. തയ്യാറായിക്കൊള്ളൂ. അപ്പൂപ്പ, ഈ പൂവിന് എന്ത് ഭംഗിയാ! കണ്ണന് കണി കാണാനായി പ്രകൃതി ഒരുക്കിയ പൂക്കളാണ് മോളെ കണിക്കൊന്ന. സ്വർണരാശികൾ വാരിയണിഞ്ഞ പൂക്കൊന്നകൾ, മഞ്ഞ പതിറ്റടി പോലെ ഈ മേടുകൾ, സ്വർണ പതക്കങ്ങൾ ചൂടുന്നു മേടമായി, മുന്നിൽ പ്രപഞ്ചഗീതങ്ങൾ, രാക്കിളിക്കുഞ്ഞേ നിനക്കെന്റെ മേട വിഷുക്കണി. മോക്ക് ഈ പാട്ടെങ്ങനെ അറിയാം? രേവതി അപ്പിച്ചിരി ഡയറിന്ന് പഠിച്ചതാ. സ്വർണരാശികൾ വാരിയണിഞ്ഞ പൂക്കുന്നകൾ, മഞ്ഞപ്പതിറ്റടി പോലെ മേടുകൾ, സ്വർണപതക്കങ്ങൾ ചൂടുന്നു മേടമായി, മുന്നിൽ പ്രപഞ്ചഗീതങ്ങൾ, രാക്കിളിക്കുഞ്ഞേ നിനക്കെന്റെ മേട വിഷുക്കണി. മഞ്ഞയുടുപ്പിട്ടരുകിൽ നീ കൗമാര നന്മ പോൽ പൂവിട്ടു നിൽക്കേ. പാടട്ടെ ഞാൻ, പാടട്ടെ ഞാൻ, എത്ര മധുരമേ വിഷുക്കാലം, എത്ര സുഖദമേ ആത്മീയ നിർവൃതി. എല്ലാത്തിനും എന്റെ കൈതര വേണമെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? ഇതിനല്പം വെള്ളം നനയ്ക്കാൻ പോലും ആരുമില്ല. എല്ലാവരും വരും, എടി രേവതിയെ കുറച്ച് തുളസിയിലും നുള്ളിക്കോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട്. എന്നാൽ ഒന്ന് നനയ്ക്കാനോ ചാണം ഇടാനോ ഒരുത്തരും ഇല്ല. ഇനിയും ചോദിച്ചോണ്ട് വരുമല്ലോ, അപ്പോഴാട്ടെ.
മാവ് എന്താ പൂത്ത് കായ്ക്കാത്തെ? പൂത്തിട്ടുണ്ട്, ഒരുപാട് കാച്ചിട്ടുമുണ്ട്. നിന്റെ അമ്മമ്മ നളിനിയും രേവതി മോളും ഉള്ളപ്പോൾ പിന്നെ ഒരിക്കലും ഇത് പൂത്തിട്ടില്ല. എന്നാൽ ഇനി ഇത് പൂത്ത് കായ്ക്കും തീർച്ച. അപ്പൊ ഈ മാവ് പൂത്ത് കായ്ക്കുമ്പോ എനിക്ക് മാങ്ങ തരണം കേട്ടോ. അതല്ല എന്റെ മോക്കുള്ളതല്ലേ. Paru, you come to the reality. You should think about your future. I am existing in the reality. എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചത്. അപ്പോ നിന്റെ പഠിത്തം? ഞാൻ ഇവിടുത്തെ ഫൈൻ ആർട്സ് കോളേജിൽ ചേരും. പടം വരയ്ക്കാൻ പഠിച്ചിട്ട് നിനക്ക് എന്താവാനാ? ഈ നാട്ടിൻ പുറത്ത് ജീവിച്ചാൽ നിന്റെ മനസ്സ് മുരടിച്ചു പോവും. അച്ഛൻ ഇവിടെയല്ലേ പഠിച്ചും വളർന്നതൊക്കെ, എന്നിട്ട് അച്ഛന് മനസ്സൊന്നും മാറ്റത്തില്ലല്ലോ. എന്റെ മോളെ, ആ കാലം വേറെ ഈ കാലം വേറെ. മനുഷ്യ മനസ്സ് മാറുന്നത് ഒരിക്കലും നാടിന്റെ കുറ്റമല്ല അച്ഛാ. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് സമ്മതിക്കാൻ പോകുന്നില്ല. ഞാൻ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം നീയും ഉണ്ടായിരിക്കും. ഓക്കെ, വരാം. പക്ഷേ ഞാൻ വരുന്ന വീട്ടിൽ എന്റെ അമ്മ ഉണ്ടാവണം. ശരി, പിന്നീട് ഒരിക്കലും ഈ തീരുമാനത്തിൽ നീ ദുഃഖിക്കേണ്ടി വരരുത്. അപ്പൂപ്പ, എല്ലാം ശരിയായി അപ്പൂപ്പ. എന്താ മോളെ? ഞാൻ ഇനി എങ്ങും പോകുന്നില്ല. ഞാൻ ഇവിടെ അപ്പൂപ്പനോടൊപ്പം നിന്ന് പഠിക്കുന്നു. നിന്റെ അച്ഛൻ സമ്മതിച്ചോ? സമ്മതിച്ചോന്നോ? കൊള്ളാം. ഒരു യുദ്ധം തന്നെ നടന്നു. ഒടുവിൽ ഞാൻ വജ്രായുധം പ്രയോഗിച്ചു. അങ്ങനെ അച്ഛൻ സമ്മതിച്ചു. സത്യമാണോ മോളെ? സത്യമാണോന്നോ? പകൽ പോലെ സത്യം. ഞാനിപ്പോ അച്ഛനോടൊപ്പം പോകുന്നു. ഇവിടത്തെ കോളേജിൽ ചേരാനുള്ള എല്ലാ ഏർപ്പാടും ശരിയാക്കി ഞാൻ തിരിച്ചു വരുന്നു. എന്നിട്ട് ഞാനും എന്റെ അപ്പൂപ്പനും ഈ വീടും കുറെ കാലം ഇങ്ങനെ കണ്ടോ ഒരു സന്തോഷം കണ്ടില്ലേ?